നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു തരില്ല. അതിപ്പോൾ കൂട്ടുകാരനായാലും ശരി, വീട്ടുകാരനായാലും ശരി. ഈ പടക്കളൻ രവീന്ദ്ര മാഷിൻ്റെ മോനെ അന്നും ഇന്നും ഒന്നേ പറയാനുള്ളൂ, ലീനയ്ക്ക് എന്നെ ഇഷ്ടമാണ്. തേങ്ങാക്കൊല. എടാ, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? അവളെ ഈ ഒലിപ്പിക്കുന്നൊക്കെ നിന്റെ കാശടിച്ച് മാറ്റാനാ. അത് മനസ്സിലാക്കാനുള്ള ബോധം കൂടി ഇല്ല നിനക്ക്. എടാ റോണി, നിനക്ക് ലീനയെ കുറിച്ച് എന്താ അറിയാം? ഈ പഞ്ചായത്തിലെ അവൾക്ക് പകരം വയ്ക്കാൻ ഒരുത്തിയുമില്ല. ഈ പടക്കളം രവീന്ദ്ര മാഷ് നീ അവൻ്റെ ഒരു പടക്കളം എത്ര പറഞ്ഞാലും മനസ്സിലായെന്ന് വെച്ചാ അവൾ എഴുതിയ ലെറ്ററാ, വായിച്ചു. வைத்து குருத்தோல பெட்டி செஞ்சு சீனி போட்டு நீ திங்க செல்லமாய் பிறந்தவளோ മരക്കിളയിൽ തൊട്ടിൽ കട്ട മാമനവം ഇട്ട് മുട്ട പപ്സും ഷാർജ ഷേക്കും ആയിരുന്നു അവളുടെ ഫേവറേറ്റ്. അവളുടെ ഫോൺ റീചാർജ് ചെയ്യുമ്പോഴും ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോഴും അവളുടെ മനസ്സ് ഞാൻ അറിഞ്ഞിരുന്നില്ല. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാടാ. മാങ്ങാത്തൊലി. എടാ, ഇത് അവളെ എനിക്ക് എഴുതിയ ലെറ്ററൊന്നുമല്ല, ഇത് അവളെ രാജേഷിന് എഴുതിയ ലെറ്ററാ. അതുപോലെ ഇവളി പഞ്ചായത്തിലെ പലർക്കും കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും എന്നെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഞാൻ ഈ പെടാപ്പാടെല്ലാം വിട്ടു. ഓ, അവളായിരിക്കുമല്ലോ അല്ലേ? ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇനിയും നിനക്ക് മനസ്സിലായില്ലേ? എല്ലാം നിൻ്റെ ഇഷ്ടം പോലെ. പക്ഷെ എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഉണ്ടാവും നിൻ്റെ കൂടെ. എന്നാലും മിസ്റ്റർ പടക്കളം, നീ ഇന്നുവരെ എനിക്കൊരു പപ്സും ഷേക്കും മേടിച്ചു തന്നില്ലെന്ന് ഓർക്കുമ്പോഴാണ്. നിന്നെ ഞാൻ മറക്കൂടാ. ബാബുവേട്ടൻ്റെ കടയിൽ നിന്റെ പറ്റുവസത്തിലാണ് എല്ലാ കണക്കും കയറിയിരിക്കുന്നത്.